രാജേന്ദ്രന്റെ അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ രാജേന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഈ ദൗർഭാഗ്യകരമായ ഒരു സമയമാണ്. അങ്ങേക്ക് ആ മുദ്രാവാക്യം നേരിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകുമോ എന്ന് പോലും ഇന്നും പലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങയുടെ പ്രതികരണം ഇതിങ്ങനെ ആവർത്തിക്കുന്നത്? 3.5 വർഷത്തോളം ഞങ്ങൾ അനുഭവിച്ച വേദന, സങ്കടം, ദുഃഖം, അതിൽ വീണ്ടും എരുതിയിൽ വീണ്ടും എണ്ണ ഒഴിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളി. സുധാകരൻ ഊട്ടി വളർത്തിയ കോൺഗ്രസിന്റെ കാപാലികന്മാരും കാട്ടാളന്മാരുമായ കൊലയാളികളുടെ കൊലക്കത്തിക്കിരയായി ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രനെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തി. എന്നിട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് എന്താണ്? ഞങ്ങളല്ല അത് ചെയ്തതെന്ന്, അത് തിരന്നു വാങ്ങിയ മരണമാണെന്ന്. ഇന്നും മാസങ്ങൾക്ക് മുമ്പും ഇടുക്കിയിലുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നിന്ന് പുറത്തു വന്ന ഒരാളും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധീരജിനെ കുത്തിയ കത്തി അയാൾ കണ്ടെന്നും. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് നടന്ന പ്രകടനത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ മുക്കിയിട്ടില്ല, അത് മിനുക്കിയെടുത്ത് ഡിവൈഎഫ്ഐയുടെ എന്ന പ്രസ്ഥാനത്തെ ഒരു ദിവസത്തെ പണിയുടെ സമയം പോലും ഇല്ലാതെ തകർത്ത് കളയുമെന്ന് ഉള്ള കൊലവിളി. അത് കേൾക്കുമ്പോൾ അത് വേദന എത്രമാത്രമുണ്ടെന്ന് പറഞ്ഞ് അറിയിക്കാൻ കഴിയുകയില്ല. ഗാന്ധിയൻ ആശയങ്ങളിലൂടെ ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്ത എനിക്ക് ഒരു കോൺഗ്രസ് അനുഭാവിയായതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ കുഞ്ഞിന്റെ കൊലപാതകമെന്ന് കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ നേതാക്കളും മറുപടി പറയണം. യാദർശശാലികളായ കോൺഗ്രസിന്റെ പല നേതാക്കളും ഉണ്ടായിരുന്നല്ലോ. ഈ നിമിഷം വരെ ഒരു കോൺഗ്രസ് അനുഭാവിയായ എന്നെ വിളിച്ചിട്ടോ ഒരു ആശ്വാസവാക്ക് പോലും ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. പകരം ചെയ്യുന്നത് ഇതുപോലെ കുത്തി ഞങ്ങളെ നോവിക്കുകയാണ്. ഇതിന് തക്ക തെറ്റ് ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഈ കോൺഗ്രസ്സുകാർ പറയണം. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതിന്റെ പേരിലല്ലേ എൻ്റെ കുഞ്ഞിനെ അവരെ കൊല്ല ചെയ്തത്?